അപ്പൊ ഇതൊക്കെ തന്നെ പെണ്ണുങ്ങളുടെ നമുക്ക് വീട്ടില് പെണ്ണുങ്ങളൊരു മനസമാധാനം തരുന്നുണ്ട് വെച്ചിങ്ങ അതൊരു ഭയങ്കര ഒരു ആശ്വാസമാണ്. ഇത് വീട്ടിൽ പോയാലും ഒരു സ്വസ്ഥത ഇല്ല. ബിസിനസ് പരമായിട്ട് എന്തെങ്കിലും പരിപാടികൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനും ഒരു സ്വസ്ഥത ഇല്ല. സാമ്പത്തികം തന്നെയാണ് ജീവിതത്തിന്റെ വലിയൊരു ഘടകം. പൈസ ഇല്ലെങ്കിൽ കഴിഞ്ഞ്. അണക്ക് ഞാനും എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ ഇവിടെ? ഇതിപ്പോ 1-2 ആഴ്ചയായി കൊടുത്തിട്ട് ഒരു സാധനം ചെലവായി പോകുന്നില്ല. ഈ ഏരിയയിൽ ഈ അധികം കച്ചവടം ഇല്ല തോന്നുന്നില്ല. ഇറങ്ങിയിരിക്കുന്നില്ല. കുറച്ചും കൂടി സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇറക്കി. ഉള്ള സാധനം പോകുന്നില്ല. ആ ശരി. ഇതല്ലേ മിഠായി ഇപ്പൊ ഇതൊക്കെ കഴിഞ്ഞ ആഴ്ച കൊടുന്നാണ് ഇതുകൊണ്ട് ആകെ പോയത് ഇത്രയും ഭാഗം പോയിട്ടില്ല. ഒരു കാൽഭാഗം പോയിട്ടുള്ളൂ. ഇതുപോലെ ഇപ്പൊ എനിക്കിപ്പോ ഇങ്ങനെ ഒരു പെട്ടിക്കട ഉണ്ടാക്കാനും അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടാവൂലേ? പിന്നെ ഇതൊക്കെ അടിച്ചുണ്ടാക്കണമെങ്കിൽ പൈസ കൂടെ. ഞാൻ ഇങ്ങനെയൊക്കെ തല കുത്തി നിന്നിട്ട് ജീവിക്കാൻ വയ്യ. ഈ എങ്ങനെയാണ് ഈ ഒരു പെട്ടിക്കട വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോണ ചങ്ങാതി? ഒരു നേരം പോക്കെന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ഇല്ല. എന്താ ചെയ്യല്ലേ? ജീവിതം ഓരോ പ്രശ്നങ്ങള്. എല്ലാവർക്കും പ്രശ്നങ്ങൾ തന്നെയാണ്. മാത്രമൊന്നുമല്ല, ഇതെല്ലാവർക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതെപ്പോഴാ അടക്കല് രാത്രി? ഞാനൊരു 6 മണി 7 മണിയൊക്കെ പഠിക്കും. അതെ. ഭാര്യ എന്തേ? ഞാൻ ഇവിടെ ഉണ്ട്, പുറത്തുണ്ട്. എന്തേ? റോട്ടുമല. ഇസാബിന്റെ പെണ്ണ് എന്തിനാ അവിടെ വന്നുള്ളത്? എന്നെ പെണ്ണ് കാണാൻ വന്നോന്നല്ലോ. എന്തിനാണ് അവിടെ വന്നിരിക്കണേ? ഏത് പൈസ? ഏത് പൈസ? കുറിയെടുത്ത പൈസ പിന്നെ തരാ പറയും. എന്റെ അടുത്ത് പൈസ ഇല്ല കേട്ടോ. എന്റെ അടുത്ത് ആകെ ഞാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആകെ 10-400 ഉറുപ്പ്യ ഉള്ളത്. എന്നാ എന്റെ പകരം ഇല്ലാണ്ട് നടന്നാളാ. എന്റെ പകരം ഇല്ലാണ്ട് നടന്നു വന്നാ. എടോ ചങ്ങായി, എന്റെ അടുത്ത് പൈസ ഇല്ല, അതല്ലേ പറഞ്ഞേ. എന്താണ് പൈസ ഉണ്ടോ ഇല്ലയെന്ന് നോക്കേണ്ട ആവശ്യമില്ലാന്നാ? എന്തെന്ന്? എന്റെ സ്വഭാവം കൊണ്ട് മാറിക്കോട്ടെ. എന്റെ സ്വഭാവം മാറിയിട്ട് ഞാൻ കണ്ട ഈ തന്നെയല്ലേ ഇപ്പോഴും. ഇനി എന്റെ സ്വഭാവം മാറി. ഓ എവിടെന്നും മേടിക്കണില്ല. നെസ്റ്റോല് പോണില്ല. ഇയാണ്ട് പോയിക്കോ. എന്റെ കുടുംബത്തുമായിട്ട് കൊണ്ടുവരാ. എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാ. എന്റെ കുടുംബത്തുമായിട്ട്. എനിക്ക് സൗകര്യമില്ല. എനിക്ക് സൗകര്യമില്ല. ഒന്നും കാണിച്ചു തരണ്ട. ഉണ്ടാതായിട്ട് ഇരുന്നാ മതി. ഇന്റെ അടുത്ത് പൈസ ഇല്ലടോ ചങ്ങായി. അതല്ല ഞാൻ പറഞ്ഞ. എത്ര നേരമായി പറയാൻ തുടങ്ങിയിട്ട്. ഇന്ന് പൈസ ഇല്ലാതെ ആ പെണ്ണിനോട് പോവാൻ പറയും. അത് ഒന്നാമത് വീട്ടിലേക്ക് വന്ന് പിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ കൊടുന്ന് കൊടുക്കാന്ന് പറഞ്ഞാളെ. എന്താണ് ഈ പറയണത്? നെസ്റ്റും ഗിസ്റ്റും ഇല്ല. ഇനി ഒന്നുമില്ല. കുറച്ച് ദിവസത്തേക്ക് ഒന്നും ഒരു ചെലവിനും ഒരു പരിപാടിക്ക് നിൽക്കണില്ല ഞാൻ കേട്ടാ. ഉണ്ടായിരുന്നോ? ഞാൻ മോന്തയ്ക്ക് വന്നിട്ട് തരും. ഞാൻ വന്നിട്ട് ഒരു സമാധാനം എന്ന് പറയുന്നത് തരും. ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഇസാഫ് ബാങ്ക് ഇല്ലേ, അതിലത്തെ ആ പെണ്ണ് പിരിവിന് അവിടെ വന്നിരിക്കുന്നുണ്ട്. പൈസ അയച്ചു കൊടുക്കാൻ. ഓൾക്ക് ഇന്ന് ഭാര്യക്ക് ഇന്ന് നെസ്റ്റോല് പോണെന്ന് വൈകുന്നേരം ആകുമ്പോ. അവിടെ പോയി നെസ്റ്റോലിക്കൊക്കെ കണ്ട് കൊണ്ടുപോയാൽ അങ്ങോട്ട് തോന്നിയ മാതിരി സാധനങ്ങൾ ഇങ്ങോട്ട് വാങ്ങുക തന്നെ. എന്നിട്ട് ബില്ലുണ്ട് കൊടുന്നു തരും. നമ്മള് ബില്ലടക്കാൻ ഞാനൊരു ബില്ലടക്കൽ യന്ത്രം. എന്താ ഈ പറയണത്? ഞാൻ പോയിട്ട് ആ ബാങ്കിൽ ആ പെണ്ണിനെ പറഞ്ഞേക്കട്ടെ. അല്ലാതെ ഞാൻ മാരണമായി തീരും. ശരിട്ടാ.